ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പറഞ്ഞു പരിഹരിക്കാവുന്ന കാര്യങ്ങളെ നിങ്ങൾക്കിടയിലുള്ളൂ. മനു, ഇവളെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നോക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ തലയും താഴ്ത്തി അധികമൊന്നും സംസാരിക്കാതെ നടക്കോള്. ജ്യോതി, താൻ വാ. ഇനിയിപ്പൊ അമ്മ എന്തെങ്കിലും പറഞ്ഞോന്ന് കരുതി നിത്യേച്ചി യാത്ര മുടക്കിയേക്കോ? ദേ, വെറുതെ ഇരുന്ന് എന്നെ വിളിച്ചെഴുന്നേപ്പിച്ച് കൊണ്ടു നിർത്തിയിട്ടേ ഇനി തീരുമാനം മാറ്റിയാലുണ്ടല്ലോ. മാറ്റൊന്നുമില്ല. നീ വാ, നമുക്ക് പോവാം. ഇതെന്തിനാ ഇങ്ങനെ കുത്തിക്കൂട്ടി എടുക്കുന്നേ? പുതിയ ഒരെണ്ണം മേടിച്ചൂടെ? എടാ, മുണ്ടും ഷർട്ടൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട്. പിന്നെന്തിനാ വാങ്ങിക്കൂട്ടുന്നേ? പട്ടണയ്ക്ക് പോകുമ്പോ കൊണ്ടുപോവാൻ. നല്ലതൊന്നും വരില്ലല്ലോ നാവില്, അല്ലേ? എടാ, ചെറിയ കീറലേ ഉള്ളൂ. ഈ ഷർട്ടാണെങ്കിൽ കളയാനും തോന്നുന്നില്ല. അതുകൊണ്ടല്ലേ. അമ്മാവനോട് എനിക്ക് ഗൗരവമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്നാ പിന്നെ അതാദ്യം ആവട്ടെ, പറ. എന്താണ്? ഈ ജ്യോതിയുടെ കല്യാണം ഉടനെ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഇതാണ് കാര്യം. അതുണ്ടാവും. ഈ രഘു വന്ന അതിനൊരു തീരുമാനമാവും. അതിനെന്നാ? ആ വിവാഹം കൂടി ഒന്ന് കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഒന്ന് പോയാലോ? എത്ര ദിവസത്തേക്കാടാ? അതല്ല, ഇവിടുന്ന് താമസം മാറുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. താമസം മാറാനാ? എങ്ങോട്ട് പോയ? അല്ലെങ്കിൽ തന്നെ അത് എന്തൊരു പോക്കാടാ. ആകെ കൂടെ ഉള്ള ബന്ധുക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട്. അതൊന്നും വേണ്ട. അങ്ങനെ ചിന്തിക്കേ വേണ്ട കേട്ടാ. എന്ത് ബന്ധങ്ങള്? ഈ പറയുന്ന ബന്ധങ്ങളുടെ നടുവിൽ കിടന്ന് ചവിട്ടും കുത്തൊക്കെ ഏൽക്കുന്നതിനേക്കാൾ നല്ലത് എവിടെയെങ്കിലും മാറുന്ന തന്നെയാ. അല്ല, അപ്പൊ ഈ വീടോ? ഇവിടെ താമസിക്കുന്ന സുജാതയും കുടുംബവും? തൽക്കാലം വീട് നമ്മൾ വിൽക്കുന്നില്ല. അവര് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരെ അങ്ങ് പോട്ടെ. നമുക്ക് വേറെ എവിടെയെങ്കിലും ചെറിയൊരു വീടെടുക്കാം. എടാ, അതിന്റെ ആവശ്യം എന്തുവാ? പറയാതെ എഴുന്നേറ്റ് പോണ. അമ്മാവാ, എനിക്ക് ഇവിടെ വല്ലാത്തൊരു ശ്വാസം മുട്ടില്ല. സത്യം പറഞ്ഞ ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ഈ ഭക്ഷണത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോ ഈ കഴിച്ചു എന്നൊക്കെ അങ്ങ് വരുത്തി തീർക്കുന്നേ ഉള്ളൂ. എടാ മോനെ, മക്കളെ, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കൺമുന്നിലൊക്കെ നടക്കുന്നത് ഒരു മായയാ. ഈ ജീവന്റെ സ്വഭാവം നിത്യ തിരിച്ചറിയുന്നതോടുകൂടി അതെല്ലാം അങ്ങോട്ടങ്ങ് മാറും. ആ പരീക്ഷണ നിമിഷം വരെ നിന്നു കൊടുക്കാൻ എനിക്ക് വയ്യ. എനിക്കൊന്നും ശുദ്ധമായി ശ്വസിക്കണം. എടാ മക്കളെ, ഞാൻ എന്റെ ആഗ്രഹമാ പറഞ്ഞത്. അമ്മാവൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചാലും കുറച്ച് നാളത്തേക്കെങ്കിലും എനിക്കൊന്നും മാറിയേ പറ്റും. നീ കണ്ണന്തിരവ് പറഞ്ഞുണ്ടല്ലോ, ഒറ്റടിയങ്ങ് തരും. എടാ, നീ ഇവിടുത്തെ ഞാൻ ഇവിടുത്തുള്ള രീതിയാണോടാ ഇത്ര നാൾ ജീവിച്ചിരുന്നത്? ആണോടാ? എന്തെങ്കിലും കാര്യത്തിനൊരു മറുപടി വേണമെങ്കിൽ ഉടനെ രണ്ടു വഴിക്കൊക്കെ തീരുമാനിക്കുക. ആണോടാ? നീ എന്നെ ഒരു ശല്യായിട്ട് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ മരിക്കും വരെ നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. എനിക്ക് തീർത്ഥാടനത്തിന് പോയേം വേണ്ട, പുണ്യ സ്ഥലത്ത് കിടന്ന് ചത്ത് സ്വർഗവും കിട്ടണ്ട. മക്കളെ, അവസാനത്തെ തുള്ളി വെള്ളവും നിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കുടിച്ച് പറ്റുമെങ്കിൽ നിന്റെ മടിയിൽ കിടന്നങ്ങ് പോയാ മതി. അമ്മാവനൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ഈ മരണത്തിന്റെ കാര്യം കൂടെ കൂടെ പറയരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. എന്നാ പിന്നെ എന്നെ വിട്ടു പോകുന്ന കാര്യം നീയും പറയാൻ പാടില്ല.
അമ്മാവ ശ്വാസം മുട്ടി ചാകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കാര്യം പറയുന്നത്. എനിക്ക് മടുത്തു. എന്ത് ജീവിതം ഇത്? എടാ മക്കളെ, അതെ. അമ്മാവ, ഞാൻ പറയുന്ന കാര്യം സീരിയസ് ആയിട്ടൊന്ന് ആലോചിക്ക്. ഓ, എന്റെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല. ഞാനും ഒരു മനുഷ്യനല്ലേ. ആ, നിനക്കിത് എന്ത് പറ്റി ജ്യോതി? ആരെങ്കിലും കണ്ടാ തോന്നുമല്ലോ ഞാൻ നിനക്ക് ഇഷ്ടമില്ലാത്ത എവിടേക്കോ കൂട്ടിക്കൊണ്ടു പോവാന്ന്. ഞാൻ എന്തു പറയാനാ നിത്യേച്ചി? അതെ, ഇപ്പൊ നമ്മള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നിന്നെ ഒന്നാകെ വിഴുങ്ങുന്ന എന്തോ എന്ന് നിന്റെ മനസ്സിലുണ്ട്. അതൊന്ന് തുറന്നു പറഞ്ഞിട്ട് നിനക്കൊന്ന് ഫ്രീ ആയിട്ട് നടക്കാമോ? നിത്യേച്ചിക്ക് അറിയാത്തതായിട്ട് എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ദേ, ഇത്രയും കാലം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനൊന്നും ഒരു ഉത്തരവില്ലായിരുന്നു. പക്ഷേ ഇപ്പോ കൃത്യമായിട്ടൊരു ഉത്തരവുണ്ട്. മനു, അവനെ കൃത്യമായൊരു തീരുമാനമുണ്ട്, നല്ല പൊസിഷനുണ്ട്. പിന്നെ നിനക്ക് എന്താ? എല്ലാം ഉണ്ട് നിത്യേച്ചി. പക്ഷെ അതിനൊക്കെ ഒപ്പെത്താനും ചിന്തിക്കാനും ഒക്കെ എനിക്ക് സാധിക്കണ്ടേ? സാധിക്കണം. അക്കാര്യത്തിലൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാ ഞാൻ നിന്നെയും കൂടി പുറത്തിറങ്ങാൻ തീരുമാനിച്ചത്. അല്ലാതെ എനിക്കൊന്നും വാങ്ങിക്കാനല്ല. ഇതേതാ സ്ഥലം? ഹായ് നിത്യേച്ചി. മനുവിനെ നിന്റെ ഏട്ടൻ വിളിച്ചതാ. എന്നോട് നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞതും ഏട്ടനാ. എന്തിന്? നിങ്ങൾ രണ്ടുപേരും തമ്മിലൊന്ന് സംസാരിക്കാൻ വേണ്ടി. അതൊന്നും വേണ്ട. പറയുന്നത് കേക്ക് ജ്യോതി. പറഞ്ഞു പരിഹരിക്കാവുന്ന കാര്യങ്ങളെ നിങ്ങൾക്കിടയിലുള്ളൂ. മനു, ഇവളെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നോക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ തലയും താഴ്ത്തി അധികമൊന്നും സംസാരിക്കാതെ നടക്കോള്. ജ്യോതി, താൻ വാ. ചെല്ല്.